ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് നേരെ നടന്ന വധശ്രമത്തിലെ പ്രതിയെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഷെരീഫുൽ ഇസ്ലാം എന്നാണ് പ്രതിയുടെ പേര്. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, അദ്ദേഹം ബംഗ്ലാദേശിയാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ വളരെ ഗൗരവമായ ഒരു വെളിപ്പെടുത്തലാണിത്. കാരണം ഒരു ബംഗ്ലാദേശിക്ക് യാതൊരു രേഖകളുമില്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ ഇന്ത്യയിൽ താമസിക്കാൻ കഴിയുന്നു. അദ്ദേഹം പേര് മാറ്റിയിട്ടാണ് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ അറിയപ്പെട്ടിരുന്നത് ബിജോയ് ദാസ് എന്ന പേരിലാണ് ഈ പ്രതി അറിയപ്പെട്ടിരുന്നത്. അപ്പം ബംഗ്ലാദേശി ഇവിടെ ബിജോയ് ദാസ് എന്ന പേരിൽ അറിയപ്പെട്ട് കൊലപാതകം ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ അക്രമങ്ങൾ നടത്തുന്നു. ഇയാൾ ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കമ്പനിയിൽ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നു? അപ്പൊ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതൊരു നിയമസമാധാന പ്രശ്നം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു ഗൗരവമായ രാഷ്ട്ര സുരക്ഷയുടെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പുലർച്ചെ 2 മണിയോടെയാണ് ഫയർ എക്സിറ്റ് വഴി ഇയാൾ ബാന്ദ്രയിലെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലേക്ക് കടന്നു കയറുന്നതും അവരെ ആക്രമിക്കുന്നതും 1 കോടി രൂപ ആവശ്യപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ജോലിക്കാരെയും അതേപോലെ തന്നെ ആയയൊക്കെ ആക്രമിക്കുന്നതും സെയ്ഫ് അലി ഖാനെ വെട്ടി പരിക്കേൽപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ വളരെ ഗുരുതരമായൊരു സംഭവമാണിത്. ഒരു നിയമസമാധാന പ്രശ്നം എന്ന നിലയിൽ ഗുരുതരമായൊരു സംഭവമാണ്. കാരണം പ്രത്യേകിച്ചും ഒരു ബാന്ദ്രയിലെ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു സിനിമാ നടന് ഇതായിരിക്കും സ്ഥിതി എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എന്തായിരിക്കും സ്ഥിതി എന്നാണ് പൊതുവെ ആളുകൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ബംഗ്ലാദേശിക്ക്, അതായത് ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇന്ത്യയിൽ കടന്നു കയറാൻ പറ്റുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പൊ എപ്പോഴൊക്കെ ബംഗ്ലാദേശികളുടെ പ്രശ്നം വരുന്നുണ്ടോ അന്നൊക്കെ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അവരൊക്കെ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ബംഗ്ലാദേശികൾക്ക് ഏറ്റവും അധികം അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് പശ്ചിമ ബംഗാളിലും മമതാ ബാനർജിയാണ്. ബംഗ്ലാദേശ് ബംഗാളിനോട്, പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനമാണ്. മമതാ ബാനർജി എന്താ ചെയ്യുന്നത്? അവർ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശികളെ തിരികെ കയറ്റുന്നു, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അവരുടെ റാലി പങ്കെടുക്കുന്ന എത്ര ബംഗ്ലാദേശികളുണ്ട് എന്ന് അറിയില്ല. എന്നാൽ മമതയ്ക്ക് മുമ്പ് ഇത് ചെയ്തത് ആരാണ്? മമതയ്ക്ക് മുമ്പ് ഇത് ചെയ്തത് 1977 മുതൽ പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന CPM ആണ്. അവർ ചെയ്തത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അവരെ തിരിച്ച് പറഞ്ഞയക്കുന്നതിന് പകരം, അവരെ കണ്ടുപിടിക്കുന്നതിന് പകരം അവരെ വോട്ടർ പട്ടികയിൽപ്പെടുത്തി വോട്ടർമാരാക്കി എങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ കാണിച്ചു. അതുകൊണ്ട് ഈ ബംഗ്ലാദേശികൾക്ക് മാന്യത ആദ്യം കൊടുത്തത് CPM ആണ്. അപ്പൊ CPM-നെതിരായിട്ട് അതിശക്തമായ സമരമുഖവുമായിട്ട് രംഗത്ത് വന്ന കോൺഗ്രസിനെ തന്നെ പിളർത്തി മുന്നോട്ട് വന്ന ആളാണ് മമതാ ബാനർജി. പക്ഷെ മമതാ ബാനർജിയും ഇക്കാര്യത്തിൽ CPM-ന് അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവരും ബംഗ്ലാദേശികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ബംഗാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പലരും ബംഗ്ലാദേശികളാണ്. കേരളത്തിൽ തന്നെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ പുറമെ പറയുന്നത് പശ്ചിമ ബംഗാൾ എന്നാണ്, പക്ഷെ ഇവരൊക്കെ ബംഗ്ലാദേശികളാണ്. അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ആളുകൾക്ക് എല്ലാ പരിരക്ഷയും നൽകുകയാണ് നമ്മുടെ ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. 1971 ബംഗ്ലാദേശി രൂപീകരണ സമയത്ത് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം അന്ന് പാകിസ്ഥാൻ സൈന്യം അവിടുത്തെ ജനങ്ങളെ കശാപ്പ് ചെയ്യുകയായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്നാണ് ബംഗ്ലാദേശിന് മോചനം ലഭിക്കുന്നത്. അന്ന് കുറെ ആളുകൾ വന്നിട്ട് അവർ ഇന്ത്യ ഔദ്യോഗികമായിട്ട് അവർക്ക് താമസ സൗകര്യമവർക്ക് പരിരക്ഷ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന്റെ വർഗീയ നിലപാട് അല്ലെങ്കിൽ ന്യൂനപക്ഷ പീഡനത്തിനെ തുടർന്ന് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഇത് നുഴഞ്ഞു കയറ്റക്കാരാണ് വരുന്നത്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളെയും അതിലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർക്ക് കാശ് കൊടുത്തു അവരെ സ്വാധീനിച്ചോ, അല്ലെങ്കിൽ അവരില്ലാത്ത സ്ഥലത്തു കൂടെയൊക്കെ കടന്നു വന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നത്. അപ്പൊ അവർക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുകയാണ് ഇപ്പോ ഇന്ത്യയിലെ വിവിധ പാർട്ടികൾ ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന് നേരെ നടക്കുന്ന ആക്രമണം, അപ്പം ആ ആക്രമണത്തിന്റെ ഒരു നിയമസമാധാന പ്രശ്നം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ ആക്രമിച്ചത് ബംഗ്ലാദേശിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം. അതായത് ബംഗ്ലാദേശി പൗരന്മാർ, ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്താണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത്, അവരെത്ര രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ് നടത്തുന്നത്, അവർ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു, അവർ ആയുധങ്ങൾ കൊണ്ടുവരുന്നു, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. അപ്പം എല്ലാ ഭീകര പ്രവർത്തനങ്ങളുടെ പിറകിലും പലയിടത്തും ബംഗ്ലാദേശികളുണ്ട്. പല സ്ഥലത്തും ബംഗ്ലാദേശികൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കുറ്റവാളികളാണവർ. അപ്പൊ ഇവരെ കണ്ടുപിടിക്കാനും, കാരണം അവരെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അതാത് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ സർക്കാരൊക്കെ അവർക്ക് ആധാർ കാർഡ് സംഘടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു, അവർക്ക് വോട്ടർ പട്ടികയിൽ അവരെ പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവരൊക്കെ ബംഗ്ലാദേശി എന്നാണ് അറിയപ്പെടുന്നത്, ബംഗാളികൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരെ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശികളാണ്.
അപ്പൊ ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ആസാമിൽ നുഴഞ്ഞു കയറി അവരുടെ ഡെമോഗ്രഫിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നുഴഞ്ഞു കയറിയതിനെ തുടർന്നാണ് അവിടെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ട് ആസാം പ്രക്ഷോഭം തന്നെ ഉണ്ടായത്. പക്ഷെ ഇപ്പം അത് വടക്ക് കിഴക്കൻ മേഖലയിലാണ്. പക്ഷെ അവര് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ മുക്കിലും മൂലയിലും ബംഗ്ലാദേശികളാണ് ഉള്ളത്. അപ്പൊ ഇതൊരു സുരക്ഷാ പ്രശ്നമാണ്. ഈ ഒരു സുരക്ഷാ പ്രശ്നം പരിഹരിക്കാനും അതിന്റെ ഗൗരവം ഇവിടുത്തെ പ്രാദേശിക സർക്കാരുകൾ മനസ്സിലാക്കാനും സെയ്ഫ് അലി ഖാന് നേരെ നടന്ന ആക്രമണം അത് വഴിവെക്കും. അല്ലെങ്കിൽ ഇനിയെങ്കിലും അവർ അതിന് നടപടിയെടുക്കണം, അല്ലെങ്കിൽ നടപടിയെടുക്കാൻ അവർ തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇതൊരു സെയ്ഫ് അലി ഖാന്റെ മാത്രം പ്രശ്നമല്ലത്, അല്ലെങ്കിൽ ഇതൊരു നിയമസമാധാന പ്രശ്നം മാത്രമല്ല. കാരണം ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റമുണ്ട്. ആ ബംഗ്ലാദേശി എതിരായ നടപടി കൂടി എടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് ഇടപെടണം. അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്തായിരിക്കും നമ്മുടെ രാജ്യം നേരിടാൻ വേണ്ടി പോകുന്നത്.